അയ്യപ്പൻ കവിതകൾ എഴുതുമ്പോൾ ജെന്നി എന്ന് പറയുന്നൊരു സ്ത്രീയെ മനസ്സിൽ കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു സാന്നിധ്യം ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? രോഗാവസ്ഥയിലേക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ തങ്ങിയിട്ടുണ്ട്. അവരെൻ്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. എപ്പോഴാണ് ജെന്നിയെയും സത്യനെയും പരിചയപ്പെടാൻ സാഹചര്യം ഉണ്ടായത്? അവരൊരു സിനിമ എടുത്തിട്ടുണ്ട്, ഇത്രയും യാതഭാഗം. അത് ഞാനെൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് ഇട്ടിരുന്ന പേരാണ്. അത് പുറത്തു വന്നിട്ട് കണ്ടില്ല. അതിനാണ് സത്യനെ പരിചയപ്പെടുന്നത്. കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ആൾക്കാർ പറയുന്നത് പോലെയുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ നാളെ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാണുന്നതൊരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഒറ്റയ്ക്ക് കണ്ടാലും സന്തോഷം മാത്രം. പിന്നെന്താ, ഒരു ദിവസമായി കണ്ടിട്ട്. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ജെന്നി വന്നു എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം എപ്പോഴും ജെന്നിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അവിടെ തങ്ങാന്നല്ലോ പറഞ്ഞ്, അവിടെ തന്നെ കൂടിക്കൊള്ളാം. അതാണ് ഞാൻ മിക്കവാറും കൂടുതൽ കോണ്ടാക്ട്സ് കോഴിക്കോടുമായിട്ടാണ്. ജെന്നിക്കും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ജെന്നിക്കും ജെന്നിയുടെ ഭർത്താവ് സത്യനും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്തിരുന്ന ഒരു സ്ഥാനം അത് ഏത് തരത്തിലായിരുന്നു? സത്യൻ്റെ സ്ഥാനം അവളൊരു കാമുകി എന്നൊക്കെ പറയാം. അങ്ങനെ വേറെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. ജെന്നിക്ക് വാസ്തവത്തിൽ ഒരു പ്രണയം തോന്നിയിട്ടുണ്ട്? പ്രണയമുണ്ട്, പറയാറുണ്ടല്ലോ. ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരും ചോദിച്ചാലും അയ്യപ്പനെന്ന് പറയാറുണ്ട്. ഇനി എൻ്റെ കവിത മാത്രമേ വായിക്കാറുള്ളൂ. ജെന്നിയോട് പ്രണയം തോന്നിയപ്പോൾ സത്യൻ എന്ന് പറയുന്ന സുഹൃത്തിനെ കുറിച്ച് ചിന്തിച്ചില്ലേ? അത് വേറെ ബന്ധങ്ങളല്ലേ. സത്യനും ഇതിനകത്തൊരു വിരോധമൊന്നും തോന്നിയിട്ടില്ല. ഈ പുരോഗമനമൊക്കെ പറയുമെങ്കിൽ തന്നെ എല്ലാ ആളുകൾക്കും, ഞാൻ ഉൾപ്പെടെ ആളുകൾക്കെല്ലാം ഭാര്യ വേറെ ആൾ സൗഹൃദം ഉണ്ടാകുന്നു, ഭർത്താവ് വേറെ ആൾ സൗഹൃദം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അസ്വസ്ഥ ഉണ്ടാകുന്ന വിഷയം തന്നെയാണ്. ഒരു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ വെച്ചത്. അച്ഛൻ വളരെ ചെറുപ്പമായിരുന്നു, 30 വയസ്സിന് താഴെ. അതായിരുന്നു ആദ്യത്തെ ഒരു നഷ്ടം? അല്ല, അച്ഛൻ മരിച്ചത് അറിയില്ലല്ലോ. അമ്മ മരിച്ചപ്പോൾ ഞാനുണ്ടായിരുന്നു. അന്ന് ഇലക്ഷനായിരുന്നു. അമ്മയുടെ അവരെന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് ആഘോഷത്തോടെ വരുമ്പോഴത്തേക്കാണ് അമ്മയുടെ ഡെഡ് ബോഡി വരും. സത്യനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ ഡൈവോഴ്സ് ചെയ്യും, ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ. എവിടെയോ അങ്ങനെ വായിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ലവ് എന്ന് പറയുമ്പം തന്നെ അതിനൊരു പ്ലാറ്റോണിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ ഫിസിക്കലൊന്നും അല്ലാത്ത ഒരു പ്രണയം എന്ന് പറയുന്നത് അത് സത്യമാണ്. നമ്മൾ എന്തിനും ഇഷ്ടപ്പെടുന്ന ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണ്. അത് എൻ്റെ ക്യാരക്ടറിൻ്റെ ചിലപ്പോൾ ഒരു ബേസ് എന്ന് പറയുന്ന ലവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ, അല്ലെങ്കിൽ അയ്യപ്പനെ എന്താ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് എനിക്ക് ഇറക്കി വിടാനും ഒഴിവാക്കാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കേട്ടത് ശരിയാണോ എന്നറിയില്ല. താങ്കളെക്കുറിച്ച് സത്യനൊരു ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തിനിടയിൽ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നത് സത്യൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്
അദ്ദേഹം ചെയ്തത്, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത്രയ്ക്കുള്ള അടുപ്പമുണ്ട് സത്യന്. ഫ്രീ ആയിരുന്നു സംഭവം. അവരുമായിട്ടുള്ള ഏത് ബന്ധത്തിനും സത്യൻ തടസ്സമായിരുന്നു. അയ്യപ്പൻ്റെതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു പ്രകൃതിയുള്ള ഒരു പൂച്ചനെ പോലെയോ അല്ലെങ്കിൽ ഒരു എലീനെ പോലെയോ ഒരു കാക്കേനെ പോലെയുള്ള ജീവിനെ പോലെ സാധനമായത്. പ്രകൃതിയിലെ ഒരു ജീവജാലത്തിനെ പോലെ സാധനം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കൊച്ചുനാളിൽ തന്നെ ഒരു അനാഥത്വമുണ്ട്. അച്ഛനാണെങ്കിൽ ഒരാൾ കൊന്നു എന്നൊക്കെ പറയുന്നു. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ. പിന്നെ അത് എൻ്റെ അമ്മ നിമിത്തമാണോ എന്നറിയില്ല. പിന്നെ എൻ്റെ അമ്മമ്മ ഒരു പാടുമായിരുന്നു. അവർ ഒരു നാവെടുത്ത് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും എന്തെങ്കിലും പറയുമ്പം ഒരു പാട്ടോടുകൂടി പറയും. അതൊക്കെയാണ് പ്രചോദനം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ ഈ ഷേക്സ്പിയറും ഷെല്ലിങ് ഗീറ്റ്സൊന്നും വായിച്ചിട്ടുണ്ട്. കാറവകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. ഞാനുണ്ടായിട്ടും താലിയേറുത്ത കെട്ടിയോട് എൻ്റെ കുട്ടികൾ വിശപ്പ് എന്ന് നോക്കുകുത്തികൾ. ഞാനുണ്ടായിട്ടും താലിയേറുത്ത കെട്ടിയോട് എൻ്റെ കുട്ടികൾ വിശപ്പ് എന്ന് നോക്കുകുത്തികൾ. ഇന്നത്തെ താഴം ഇതുകൊണ്ടാവാം. ഈ രാത്രിയിൽ അത്താഴത്തിൻ്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ, അരവയറോടെ അച്ചിയും ഞാനും. ഈ രാത്രിയിൽ അത്താഴത്തിൻ്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ, അരവയറോടെ അച്ചിയും ഞാനും. മരിച്ചവൻ്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം. അടയുന്ന കൺപോളകളോടെ ഓർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം. ഇന്ന് അവളുടെ ദിവസമാണ്. ദിസ് ഇസ് നോട്ട് മൈ. അപ്പം എനിക്കിപ്പോൾ ഒരു കവിതയില്ല. അവൾ വരുമ്പോൾ അതെ നമ്മൾ ഗ്രീഷ്മമയ സഖി ചൊല്ലിയ അത് ഞാൻ ആദ്യം ഒരു പെൺകുട്ടി ഞാൻ ഇവിടെ ചൊല്ലിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ഫീൽ അവൾ പറ്റ അപ്പം പറഞ്ഞു പിന്നെ ഈ നീ ആദ്യമായിട്ട് അല്ല ഇത് ചെയ്യാം ഈ പ്ലീസ് ടേക്ക് ഇറ്റ് കൺസോൾ. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനൽ. ഞങ്ങളിങ്ങനെ അടുത്തിരിക്കണം. നല്ല തണൽ. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടിപൊളി അല്ലേ? പറഞ്ഞു ജഡ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു മര്യാദയില്ല. പ്രേമത്തിൽ നിന്ന് പറഞ്ഞാൽ ജഡാപാടാന്ന് കളിക്കാൻ. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ നൈമിഷികമായ അല്ലേ, അതുകൊണ്ടായിരിക്കാം മേബി. അപ്പം പറഞ്ഞു നീ ആ പാട്ടെന്ന് പറഞ്ഞു. നീ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് നീ എഴുതിയൊരു പാട്ട്. ഞാൻ പറഞ്ഞു ഒറ്റടി എന്ന് പറഞ്ഞു. ഒരു ഉമ്മ അടിച്ചിപ്പൊളി. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനൽ. എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രദാനം. ഉടുക്ക് കൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും
കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ഒടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും. കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ. ചേറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ. നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷം ഏതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനൊന്നു നോക്കട്ടെ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുതിരേ ആയി നീ ആകെ വേഷം പറയടി സായിപ്പായ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുളമ്പൊച്ചകൾ മാഞ്ഞു പോകട്ടെ. സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമി ആരുടെ ഒരുപാടെ വേദനയുടെ ചങ്കുറങ്ങട്ടെ. അയ്യപ്പന് ലോകത്തില് പ്രണയം തോന്നാത്ത ഒരു സാധനം ഇല്ലല്ലോ. അതിലൊന്നാണ് ഞാനും. അത്രയല്ലോ. തടിച്ച് അത് ഒരു കവി എന്നുള്ള അർത്ഥത്തിലാണ് പരിചയപ്പെടുന്നതും വായിക്കുന്നതും ഒക്കെ. അത് പിന്നെ കോഴിക്കോട് ഒഡേസയുടെ ഓഫീസിൽ ഞങ്ങള് താമസിച്ചു. അപ്പൊ ഓഫീസില് അവിടുന്ന് ഞാൻ അയ്യപ്പനെ പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് വായിച്ചിട്ടൊക്കെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ വല്ലതും? ഇല്ല. പരിചയമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വടകരക്ക് താമസം മാറി. അപ്പൊ പിന്നെ അങ്ങോട്ട് വന്ന് പിന്നെ ഇത് തന്നെ അലമ്പ്. എന്റെ അടുത്തിരുന്നിട്ടില്ല. വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ വരാൻ പോകുന്നേ ഉള്ളൂ. അത്രത്തോളം ഗൗരവം എന്ന് പറയുന്ന സംഭവം ഈ വിഷയത്തിൽ അത് ഞാൻ നടക്കും ചിലപ്പം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനോട് ശരിക്കും ഒരു കവി എന്നുള്ള ആരാധനയും പിന്നെ എന്താ നമ്മളെ കൂടെ താമസിച്ചപ്പോ എന്താ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ, ഒന്നുകിൽ എന്റെ കുട്ടികളെ പോലെ, അടുത്തൊരു സുഹൃത്തിനെ പോലെ, അടുത്തൊരു റിലേറ്റീവിനെ പോലെയുള്ള ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും. അയ്യപ്പന്റെ ഒരു വ്യാഖ്യാനം അയ്യപ്പൻ തീർച്ചയായിട്ടും ഒരു വേറൊരു തലത്തിലേക്കാണ് അത്. അതൊരു കവി എന്നുള്ളതിലായിരിക്കും. അല്ലാതെ നമ്മളില്ല സംബന്ധിച്ചിടത്തോളം കൊള്ളത്തിരേ പറയുള്ളൂ. യാഥാർത്ഥ്യ ബോധത്തിലാണ് മാസ്മരിക ലോകമല്ല. ജീവിതം എന്ന് പറയുന്ന ഒരു ശരിയായിട്ടുള്ള മുഖങ്ങളെ കീറിമുറിക്കുന്ന തരത്തിലുള്ള ഒരു സാമീപ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്. എന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. എന്റെ പുസ്തകം ഞാൻ തന്നെ ഒരു പുസ്തകമാകുന്നു. അതെന്ന് വെച്ചാല് എന്നെ വെച്ചാലെന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പറടി ചൊക്കി ലൈഫില് ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള സത്യം. ഇടപെടുകയും പിന്നെന്താ അത് നുണ പറയുമ്പോ വിൽക്കരുത്. ഒരു തലത്തിലേക്ക് അതൊരു തരം ഡയമെൻഷൻ എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ. ഡയമെൻഷൻ. അപ്പൊ അത് ഒരു തരം എന്താ പറയാ വളരെ ഹർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ വളരെയധികം പരസ്പരം ഭയങ്കര വെറുപ്പിന്റെ അങ്ങേ അറ്റത്തിട്ടുണ്ട്. അത് ചിലപ്പോ ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അപ്പം എന്നിട്ട് അടിയായി എന്നിട്ട് പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കര എന്താ പറയാ, എനിക്ക് നമ്മളെ കുട്ടികളെല്ലാം അടിച്ചാല് നമുക്ക് തോന്നിയൊരു കുറ്റബോധം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഭയങ്കര ഭയങ്കര വിഷമമുണ്ടായി. അത് എന്താ പറയാ, ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് അത്രത്തോളം വെറുപ്പും അതുകൊണ്ടാണ്. ഡോക്യുമെന്ററി ചെയ്യാനുള്ള ഒരു നടന്നപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കയറിക്കൂടൽ നടന്നതെന്നും ഒക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അതിനെക്കുറിച്ച് ശരിക്കും ഒരു എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു പറയാൻ പറ്റും? ഇയാളെ മുതൽ
ഇയാള് എന്നെ പോലെ വലിയൊരു മനുഷ്യനാ ഇയാളെന്നൊക്കെ അയ്യപ്പനെ മെരിക്കും കയ്യിലല്ലോ. അങ്ങനെ പറ പേരെങ്കിലും പറ. അയ്യപ്പന്റെ കവിതയൊന്നും വായിച്ചിട്ട് പരിചയമൊന്നും. ഞാൻ രാഷ്ട്രീയ കവിതയും എനിക്ക് താല്പര്യമില്ല. ഞാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇയാള് വന്ന് വീട്ടിൽ വന്നപ്പോ ഇയാളെ കവിത ചൊല്ലലും. ഇയാള് ഏത് വീട്ടിലാ വന്നത്? എന്റെ വീട്ടിലല്ലോ, എന്റെ കാമയൊക്കെയാണല്ലോ വന്ന്. കവി നടത്തലോ അല്ലെ ഇയാളുടെ കവിത ഞാൻ വായിക്കില്ല, എനിക്ക് താല്പര്യമില്ല. ഞാനത് അങ്ങനെ ഒരു ഫുൾ ടൈം നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് എനിക്കിതൊന്നും അത്ര വലിയ അയ്യപ്പനെ കണ്ട് നമ്മളാരും ഒരു ആരാധനയൊക്കെയില്ല. പക്ഷെ ഇയാളുടെ കവിതയും ഇയാളുടെ ചൊല്ലലും ഇയാളുടെ ആരോഗ്യം വീക്കായപ്പോ ഇത് ഒരിക്കലും കിട്ടൂല എന്നുള്ളൊരു വിചാരത്തിനാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിത്രീകരണം തുടങ്ങിയപ്പോൾ ഇതൊരു ഭീകരമായ ഒരു സാധനമാണെന്ന് മനസ്സിലായില്ല. ഇത് ഒന്നുമില്ല. കാരണം ഇന്ന് ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കും. നമ്മള് ബുക്ക് ചെയ്ത എവിടെ വരും, ഷൂട്ട് ചെയ്യാൻ ആളെ കിട്ടില്ല. അപ്പൊ നമ്മളെന്ത് വീട്ടിൽ ഒതുക്കാതെ നമുക്ക് അങ്ങനെയാണ് വീട്ടില് താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. താമസിക്കാൻ തീരുമാനിച്ചോട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ബാധിച്ച് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിറ്റ് ഉണ്ടെന്ന് ഇയാളുടെ ടോർച്ചറിങ് അത് അസഹനീയമാണ്. ടോർച്ചറിങ് കാരണം 24 മണിക്കൂർ രാത്രി വീട്ടിലിങ്ങനെ പെങ്ങളാണ് അമ്മയാണ് പറഞ്ഞോണ്ടിരിക്കുക. ഭീകരമായ ടോർച്ചറിങ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മെന്റലി ഡിപ്രഷൻ ആയി പോകും. കേട്ട് കേട്ടിട്ട് ആര് കേൾക്കാൻ ഭ്രാന്ത് പിടിച്ചൂലേ. അപ്പൊ ഇതിങ്ങനെ കേട്ട് കേട്ട് വലിച്ച് ചാടുന്നുണ്ടേ സാധനം മുഴുവൻ വിഭാഗം നിർത്തിയിട്ടുണ്ട്. ഇയാളെ പറ്റില്ല എന്നാണ് അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങളെ സിനിമയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ അവസാനിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും അടിച്ച് വിളർക്കം ചെയ്യുന്നുണ്ട്. അത് നമ്മള് ഒരാള് സ്നേഹിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ നമുക്കെല്ലാം എല്ലാവർക്കും മനുഷ്യജീവികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു തരം അങ്ങേ അറ്റം എത്തുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അത് 4 മണിക്ക് ഞാൻ എണ്ണീറ്റ് 4 മണിക്ക് അയ്യപ്പം എണീക്കും. അടുക്കളയിൽ വന്നിരിക്കും പൂച്ചക്കുട്ടിയിരിക്കുന്ന പോലെ അടുത്ത് വന്നിരുന്നു. ഇത് എല്ലാ സമയവും നമ്മള് ഒരു അയ്യപ്പനെന്ന് വെച്ചാല് ഒരു മാനസികാവസ്ഥയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ പല മാനസികാവസ്ഥയിലാണ്. നമുക്ക് ഫാമിലി പ്രശ്നങ്ങൾ, ജോലി, പിന്നെ കുട്ടികളുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ ഇടക്ക് ഈ ഒരു സംഭവം മാത്രം കേൾക്കുക എന്ന് പറയുമ്പോൾ ഏത് സമയം ഇത് തന്നെ കേട്ടോണ്ടിരിക്കും. അവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാനാ തോന്നുന്നു. നമുക്ക് എന്താ പറയാ, അത് നല്ലൊരു ഹാപ്പി ആയ ഒരു മൂഡിലല്ല നമുക്ക് കേൾക്കാൻ. പക്ഷെ അതൊരു ആ സ്നേഹത്തിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായി എനിക്ക്. ഒരുപാട് സ്നേഹം നമ്മളെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്ട്രീമിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സത്യമാണത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു 4 ദിവസം ഇല്ല. നിങ്ങള് പടം നിർത്തി അയ്യപ്പനെ വീട്ടിൽ നടക്കുന്നതാണ്. അയ്യപ്പൻ വേണോ അയ്യപ്പനെ വേണോ സിനിമ വേണോ? അപ്പൊ പറ്റില്ല, നീ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് അയ്യപ്പനെ സ്ഥലം പിടിച്ചതാണ്. ഇവിടെ പടം കുടുംബം ഉള്ളാകണ്ടാണ്. കാരണം ഇയാളെ ഇങ്ങക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. ഞാനെനിക്ക് ഡോക്ടർ പറഞ്ഞു രണ്ടും വേണം തന്നെ. കാരണം കാരണം ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ശേഷം ഇയാളുടെ ഈ ശല്യം കൊണ്ട് സ്ഥിരമായ ശല്യം കൊണ്ട് അപ്പൊ ഒരു അങ്ങനെ ഉണ്ട് ഒരു സംഭവം. അപ്പൊ പിന്നെ നിർത്തി. ഞാൻ പിന്നെ എന്തായാലും എന്റെ ഉള്ളിൽ ശല്യപ്പെട്ട് ഇവിടെ എന്ത് തകരാറായ മേഖല സിനിമ പൂർത്തീകരിക്കണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. സ്വാർത്ഥ തന്നെയത്. സ്വാർത്ഥം ഇത് എന്ത് പീഡനായാലും വയ്ക്കില്ല, എനിക്ക് പടം പൂർത്തീകരിക്കാന്നുള്ള ഒരു സന്തോഷം. ഞാനതില് അങ്ങനെയാണ് സന്തോഷിക്കുന്നത്. അത് പൂർത്തീകരിക്കാന്നുള്ള അത് എന്ത് സംഭവിച്ചാലും ഒരു ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മള് തീർച്ചയായിട്ടും ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പില് ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും സാധാരണ കേരളത്തിലുള്ള അല്ലെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് ഫ്രീഡം ഉള്ള അവസ്ഥയുണ്ട്. പക്ഷെ അതേ സമയത്ത് എന്താണ് ആ ഒരു കൺസെപ്റ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ കോൺസെപ്റ്റ് നമുക്കുള്ളത് കൊണ്ടാണ് അയ്യപ്പനെ നമ്മൾ അവിടെ ഒരു സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പൻ നിങ്ങളൊക്കെ വരുന്ന പോലെ ഒരു ദിവസം വരികയും തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ എന്താണ് ഇത്രയും ഇടുങ്ങിയ ഒരു ഞങ്ങളെ കൂടെ തന്നെ വളരെ എന്താ 24 hours മിക്കവാറും എല്ലാ ദിവസവും അയ്യപ്പൻ എന്താ പറയുക, ഇതൊന്നല്ല ശരിക്കും ഭീകരമായ ഒരവസ്ഥ. ഇപ്പം കള്ളുപിടിക്കാൻ കഴിയുന്നില്ല. ഭീകരമായ അവസ്ഥയില് നമ്മള് രാവും പകലും ഞങ്ങള് സഹിക്കുകയാണ്. അപ്പൊ എങ്കിലും അതിൽ നമ്മളൊരു എന്താ പറയാ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അന്ന് അടിച്ചോടിച്ചു വിടാലോ.
അല്ല സന്തോഷമില്ലാതെ എന്തോ ഒരു എങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് എന്താ പറയാ വേറൊരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ആകെ പ്രശ്നം. അയ്യപ്പനെ ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, മനസ്സൊന്നും ഒഴിവാക്കാൻ, അപ്പൊ അതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ വേണം, അവര് പഠിക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം വേണം, ഇതൊക്കെ വേണം. അതേസമയത്ത് അയ്യപ്പനും വേണം. ലൈഫില് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 ദിവസം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അയ്യപ്പന്റെ കവിതകളായിരുന്നു ഒരു ബന്ധങ്ങളുടെ തുടക്കത്തിന് കാരണമായത്. ഡിഫറെന്റ് കവിതകൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ ചെറുപ്പകാലം മുതൽ പഠിച്ചു പദ്യങ്ങളായിട്ടൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് കവിതകൾ. പക്ഷെ കവിത എന്ന് പറയുന്ന വേറൊരു ഇതിലേക്ക്, ഒരു വായനയുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അയ്യപ്പന്റെ കവിതകളെ കുറച്ച് മാറ്റി നിർത്തിയാണ് വായിക്കുന്നത്. വായിച്ചു കഴിയുമ്പോൾ അതിന്റെ പല തരത്തിലുള്ള തലങ്ങളിലേക്കും അതിന്റെ ഘടനകളിലും ഒരുപാട് വ്യത്യസ്തത കാണുകയും അത് അയ്യപ്പന്റെ ലൈഫിലും കൂടെ കാണുമ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പോ മറ്റ് എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുറകെ പോകുന്ന കുറെ കവികൾ നമുക്കുണ്ട്. പക്ഷെ അവരുടെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം എന്താ കവിതകൾ വളരെ സുന്ദരമായിട്ട് ചൊല്ലുകയും അതിന്റെ മീനിങ്ങും ഇന്റർമീനിങ്ങും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ലൈഫ് അതിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കവികളുടെ ലൈഫ് ഒരിക്കലും അതിനോട് ഒത്തുപോകുന്നൊന്നുമല്ല. നമ്മള് ഫാമിലി എന്ന് പറയുന്ന ഇതൊക്കെ ഇഷ്ടപ്പെടുകയും അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അതിൽ നിന്ന് കുറച്ച് എന്താ പൊട്ടിച്ച് പുറത്തു പോകണം എന്നൊരു ആഗ്രഹം മെന്റലി ആഗ്രഹിക്കുന്ന ആളാ നമുക്ക്. പക്ഷെ പ്രായോഗികമായിട്ട് കഴിയുന്നില്ല. അയ്യപ്പന് ഇതൊക്കെ കഴിയുന്നുണ്ട്. നമ്മള് ഒരുമിച്ചിരിക്കുമ്പോ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് അതിന്റെ ബാക്കി നിങ്ങൾ കയറി ഇടപെടില്ല. അല്ല ഞാൻ പറഞ്ഞട്ടെ, ഇതൊരു ഭാഗത്ത്. അതേ സമയത്ത് ഞാൻ അയ്യപ്പനോട് പറഞ്ഞാല് നിങ്ങള് കല്യാണം കഴിക്കാത്തതും നിങ്ങൾക്ക് ഫാമിലി ഇല്ലാത്തതും എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കാത്തതും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാർത്ഥത കൊണ്ടാണ്. പാടൂ നീ മേഘമൽഹാർ ഗർഭസ്ഥ വർഷത്തിനെ തേടൂ നീ നമ്മളെ രൂക്ഷമാക്കുക സ്വരസ്ഥാനം. അത് ഇണത്തിൽ ചൊല്ലാം. ഇവിടെ ഇണത്തിൽ ചൊല്ലല്ലേ നീ മേഘമൽഹാർ. നമുക്ക് അതിനേക്കാളും നമുക്ക് ഒരു ആദ്യം ഞാൻ മറ്റേ പെണ്ണിന് വേണ്ടി എഴുതിയ ഒരു പാട്ട് പറഞ്ഞില്ലേ, അതടിച്ച് മാറ്റാം അവളുടെ ഓർമ്മയ്ക്ക്. ഗ്രീഷ്മമേ സഹി നമുക്കൊരു ഊഷ്മള ദീപ്തിയാർന്നൊരു മധ്യാഹ്ന വേനൽ. എത്ര മെല്ലെ പാടി തുടങ്ങിയിട്ടല്ലേ ഉറക്കെ പാടാൻ ഇപ്പൊ പോകുന്നില്ലല്ലേ. ഗ്രീഷ്മമേ സഖി നമുക്കൊരു ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനും ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരു മധ്യാഹ്നവേനൽ. എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രദാനം. ഗ്രീഷ്മമേ സഖി. എൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി പോകുന്നു. ഇതല്ല, എനിക്കൊരു ഒരു ഒരു വേറൊരു ശബ്ദം ഉണ്ടായിരുന്നു അല്ലേ, അത് പോയി. ഇതേ ഉള്ളൂ, അതില് പാടുക അത്രേ ഉള്ളു. ഇത് വെച്ച് നിൽക്കുമോ ഇന്ന് അല്ല എനിക്ക് പിന്നെ നിന്റെ ആരോട് ഞാൻ കവിത പാട്, ബാക്കി പാട്. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരു മധ്യാഹ്നവേനൽ. എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രദാനം. ഒഴുക്കുകൊട്ടി പാടിത്തളർന്നുരൻ
മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റുതൻ രുദ്രമാമുഖം. ഓ പൊടി ഉടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റുതൻ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ. ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ. ചേരി അലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ. ചേറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ. നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷം ഏതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനെന്ന് നോക്കട്ടെ. നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷമേതെന്ന് ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാൻ ഒന്ന് നോക്കട്ടെ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുളമ്പച്ചകൾ മാഞ്ഞു പോകട്ടെ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുളമ്പൊച്ചകൾ മാഞ്ഞു പോകട്ടെ. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമി വേദനയുടെ ചങ്കുറങ്ങട്ടെ. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമി വേദനയുടെ ചങ്കുറങ്ങട്ടെ. ഗ്രീഷ്മമീ സഖി. കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ അവള് പറയും ഭയങ്കര ഈ പുരോഗമനമൊക്കെ പറയുമെങ്കിൽ തന്നെ എല്ലാ ആളുകൾക്കും, ഞാൻ ഉൾപ്പെടെ ആൾക്കാർക്കെല്ലാം ഭാര്യ വേറെ ആൾ സൗഹൃദം ഉണ്ടാകുന്നു, ഭർത്താവ് വേറെ ആൾ സൗഹൃദം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അസ്വസ്ഥ ഉണ്ടാകുന്ന വിഷയം. അയക്കറിയാം, സത്യനറിയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരബന്ധങ്ങളായാലും ആരും വെറുതെ സംഭവിച്ചു കൊടുക്കുന്നില്ല. എല്ലാവരും അത് കൊലപാതകത്തിലേക്ക് എത്തിച്ചേരും, ആരും വിട്ടുകൊടുക്കുന്നില്ല. ഇത് അയ്യപ്പൻ്റെതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു പ്രകൃതിയുള്ള ഒരു പൂച്ചനെ പോലെയോ അല്ലെങ്കിൽ ഒരു എലീനെ പോലെയോ ഒരു കാക്കേനെ പോലെയുള്ള ജീവിനെ പോലെ സാധനമായത്. ഇതിന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയായത്, പ്രകൃതിയിലെ ഒരു ജീവജാലത്തിനെ പോലെ സാധനം. മൂപ്പർ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പ്രകൃതിയിലുള്ള ഒരു സാധനം, ഇതിനെ വേറെ ലെവലിൽ നമ്മള് വീക്ഷിക്കുന്നത്. ഇത് ആൾക്കാരുള്ള സ്നേഹം കാണിക്കുന്ന അതിന്റെ അകത്തൊരു ലൈംഗികതയോ അല്ലെങ്കിൽ സെക്സോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിന്തയല്ല. മൂപ്പർ ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വലുതായിട്ട് കാണുന്നത്. മൂപ്പറ സൗഹൃദത്തിന്റെ ഒരു വലിയ രീതിയിൽ കാണുന്നത്. ജെന്നിയാണ് എന്റെ എല്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എല്ലാം ഇല്ലമല്ല എല്ലാം. നിന്റെ ആകാശം നിന്റെ കണ്ണുകളിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കവിത അടിപൊളിയാവില്ല. അത് ഇംഗ്ലീഷിൽ വേറെ ഒരു കവി എഴുതിയിട്ടുണ്ട്. അല്ലല്ലേ, ഞാൻ തന്നെ എഴുതിയതാ. എന്നെ നടിച്ച് മാറ്റിയതാ. അല്ല ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് നീ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ല, നീ MA ക്ലാസ്സിൽ ഒരു കവിത ഉണ്ടായിരുന്നു, ഫിസിയോളജി ലിറ്ററേച്ചറിൽ. അയ്യപ്പൻ്റെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരാശരി നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു തരം ലൈംഗികത ചാർത്തിക്കൊണ്ടുള്ള പ്രണയമല്ല. ഒരർത്ഥത്തിലും അയ്യപ്പൻ വേറൊരു രീതിയിലുള്ള ഒരു സമീപനം നിങ്ങളിപ്പം കണ്ടില്ലേ, കൈ പിടിക്കോ അടിക്കോ, പക്ഷെ വേറെ എന്താ പറയുക, അങ്ങനെ ഒരു സത്യേട്ടൻ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ ആയിട്ടുള്ള അതല്ല അയ്യപ്പന് വേണ്ടത്. അയ്യപ്പനെ ഞാനൊന്ന് വെറുതെ നല്ലൊരു രീതിയിൽ ഇത്തിരി ചിരിച്ച് സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും അയ്യപ്പന് ആവശ്യമില്ല. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ്. മറ്റെല്ലാ സത്യേട്ടൻ എടുത്ത സിനിമയിൽ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ പുഴയോടും കാറ്റിനോടും എല്ലാം സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒക്കെ പ്രണയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാനും. കവിത എഴുതുന്നില്ല എന്ന് പറയുമ്പോഴായാലും പിന്നെ എന്താണ് ഇപ്പം അടുത്ത കാലത്ത് വന്ന കവിതകളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് വന്നിട്ടില്ല. കാരണം എന്തോ ഒരു നിരാശേൻ്റെ ഒരു സംഭവം വായിക്കപ്പെടുന്നുണ്ട് അതിൽ. അപ്പോൾ അയ്യപ്പന് നിരാശയൊന്നും ഇല്ല എന്നുള്ള സത്യമാണ്, നമുക്കാണ് നിരാശയുള്ളൂ. അപ്പോൾ അത് വായിക്കുമ്പോഴും നമുക്കിങ്ങനെ ഒരു നിരാശയുടെ ഒരു അവസ്ഥ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കലുണ്ട്, എന്താ കാറ്റ് പോകാനായോ, അതാണോ ഇങ്ങനെയൊക്കെ എഴുതുന്നത്? അന്നേരം ഞാൻ മരിക്കൂല, ഞാൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കും, നീയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മരിക്കും എന്ന് പറയും. അപ്പം അയ്യപ്പൻ മരിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എപ്പോഴും ആ ഒരു നമ്മളുടെ അടുത്ത ഒരു പ്രസൻസ് ഇല്ലെങ്കിലും അതങ്ങനെ അറിയാൻ തന്നെയാണ് എപ്പോഴും അങ്ങനെ ലൈവായിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ശബ്ദം ഇടയ്ക്കിടെ ഇങ്ങനെ മാറിയപ്പോൾ ഇതല്ല, എനിക്കൊരു ഒരു വേറൊരു ശബ്ദം ഉണ്ടായിരുന്നു അല്ലേ, അത് പോയി. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമി വേദനയുടെ ചക്കുറങ്ങട്ടെ